കേരള സംസ്ഥാന വഖഫ് ബോർഡ് പുതിയ മെമ്പർമാർക്കുള്ള സ്വീകരണ പരിപാടിയും വടകര താലൂക്ക് മഹൽ കമ്മിറ്റി ഭാരവാഹികളുടെ സംഗമവും നടത്തി. പരിപാടി വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് M.K. സക്കീർ ഉദ്ഘാടനം ചെയ്തു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. 1995 വഖഫ് നിയമം കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വഖഫുകളുടെ മുഴുവൻ വസ്തുവിവരങ്ങളും കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിട്ടുള്ള സെൻട്രൽ പോർട്ടലിൽ ഉൾപ്പെടുത്തുന്ന നടപടികൾ സ്വീകരിച്ചു വരികയാണ്. വസ്തുക്കൾ പോർട്ടലിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടും ഉമീദ് നിയമം സംബന്ധിച്ചും വടകര താലൂക്കിലെ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത വഖഫ് സ്ഥാപന പ്രതിനിധികൾക്ക് ബോധവൽക്കരണ ക്ലാസ് മന്ദിരത്തൂർ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. പരിപാടി വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് M.K. സക്കീർ ഉദ്ഘാടനം ചെയ്തു. ഈ സാധാരണ കോടതിയിൽ കാലാവധി കിട്ടുന്നത് പോലെ അല്ലെങ്കിൽ സർക്കാരിലൊക്കെ സമീപിച്ച് കിട്ടുന്നത് പോലെ അല്ല ആക്ച്വലി പറയുന്നത്. ഇതൊരു വൺ ടൈം മെഷർ മാത്രമാണ് ദീർഘിപ്പിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും മെയ് മാസത്തോടു കൂടി ഈ പോർട്ടൽ അവർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എൻ്റർ ചെയ്യാൻ കഴിയില്ല. നമ്മൾ എൻ്റർ ചെയ്യാൻ കഴിയാതെ വന്നാൽ അതൊരു അംഗീകൃത വഖഫ് അല്ലാതെ പോകും. അംഗീകൃത വഖഫ് അല്ലാതെ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും സാധാരണഗതിയിലുള്ള വസ്തു കൈമാറ്റ നിയമങ്ങൾ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളൊക്കെ തന്നെ മുകളിലുണ്ടായിരിക്കും. നമുക്ക് ഏത് രൂപത്തിലാണ് അതിന്റെ പാർശ്വഫലങ്ങൾ സംഭവിക്കുക നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഈ ഡാറ്റ എൻട്രിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള പ്രക്രിയ നമ്മൾ നിർബന്ധമായും ചെയ്തേ പറ്റൂ. അൺരജിസ്റ്റേർഡ് വഖഫ് എന്ന രൂപത്തിൽ അംഗീകാരമില്ലാത്ത വഖഫായി വന്നാൽ അതിനകത്ത് പള്ളി ഉണ്ടായിരിക്കാം, ഖബർസ്ഥാൻ ഉണ്ടായിരിക്കാം, മദ്രസ ഉണ്ടായിരിക്കാം. ഇതിനകത്ത് അംഗീകാരമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നിയമത്തിന്റെ ഭാഗമായി ഒന്നാമത് പീനലൈസേഷൻ ഒരു ജയിലിൽ അടക്കാനുള്ള വകുപ്പ് വരെ രജിസ്റ്റർ ചെയ്യാതെ കുറ്റമാണ്. രണ്ടാമത് നമ്മൾ ഈ കൈകാര്യകർത്തകളെ നമ്മൾ ഒരു തെറ്റിലേക്ക് കരുതി കൂട്ടി അത് ചാടുകയാണ്. ഇത് കളക്ടർക്കോ മറ്റോ ഈ പള്ളി കൂട്ടണം എന്ന നോട്ടീസ് തന്നാൽ ഈ വസ്തു അനധികൃതമായി വസ്തുവെന്ന് നോട്ടീസ് നൽകി കഴിഞ്ഞാൽ നമ്മൾ നെട്ടോട്ടമായി പിന്നെ ഓടി നടക്കാൻ. എന്തുകൊണ്ട് വഖഫ് ബോർഡ് അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് ഇങ്ങനെ ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല, ഇതിന്റെ ഗൗരവം ഒന്നും പറയാമായിരുന്നില്ലേ എന്ന് പറയാതിരിക്കാൻ വേണ്ടി നിങ്ങളെ നിരന്തരമായി നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മെസ്സേജ്. നിർബന്ധം ചെയ്തേ പറ്റൂ. MLA KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പക്ഷേ വഖഫ് ബോർഡിന്റെ നിയമം വന്നപ്പോൾ മുസ്ലിം വന്നോണ്ട് ഒരു കുഴപ്പമില്ല എന്ന് സംശയമൊന്നുമില്ല. പക്ഷേ വിവേചനം ഏതുപോലെ മുത്തലാഖ് നിയമം പോലെ തന്നെ മറ്റു മതങ്ങൾക്കെല്ലാം സിവിൽ കേസാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് മാത്രം ക്രിമിനൽ കേസാണ്. ആ വിവേചനം പോലെ തന്നെ ഈ വഖഫ് ബോർഡ് നിയമത്തിലും നമുക്ക് കാണാൻ. സംസ്ഥാന സർക്കാർ ഇപ്പൊ ചെയ്തത് 11 അംഗ ബോർഡിൽ 9 പേരെ നോമിനേറ്റ് ചെയ്തു, 2 പേരെ നോമിനേറ്റ് ചെയ്തു. മുസ്ലിങ്ങളായ 2 പേർ ഒഴിച്ചിട്ടിരിക്കുകയാണ്. നേരത്തെ തമിഴ്നാട് സർക്കാർ ഇതുപോലെ 9 അംഗ ബോർഡ് രൂപീകരിച്ചപ്പോൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും അസാധുവായി പോവുകയും ചെയ്ത ഒരു സംഭവമുണ്ട്. 2 പേരെ നിയമപരമായി ചെയ്തില്ല എന്ന് പറഞ്ഞു. വിടാതെ വരുമ്പോൾ നമുക്ക് പറയാനാവില്ല. പക്ഷേ 2 സ്ഥാനങ്ങളിലേക്ക് പിറകെ നോമിനേറ്റ് ചെയ്യും എന്നൊരു വാക്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗസറ്റ് വിജ്ഞാപനം 2 പേരെ പിന്നീട് നോമിനേറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. നിയമപരമായ പ്രശ്നങ്ങൾ കൂടി കണ്ടുകൊണ്ടായിരിക്കും അത് പറഞ്ഞു. ഏതായാലും ഇപ്പൊ 9 ആളെ മാത്രമേ ഇവിടെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളൂ. ഉമർ ഫൈസി കെ മുഖ്യപ്രഭാഷണം നടത്തി. ഷംസീർ അലി, റഹീം N, ജലീൽ ഹാജി, CM നൌഫൽ, CP മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.